പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണയും നമസ്യ രാജാവേ, നിനക്ക് സ്തുതി. ബാറയ്ക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെയും പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറ്റിലെ ഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെരിപ്പെടുമാറാണമേ. ആമീൻ. ബാറക്കുമോർ. ഈ പകലിന്റെ നാഴികളെ നിവർത്തിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും സന്ധ്യാസമയത്ത് പ്രാർത്ഥനകളും അപേക്ഷകളും നിന്റെ സന്ധിയിൽ കഴിപ്പാനായിട്ട് ഈ സന്ധ്യാസമയത്തേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്തവനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവകളെ പരിമളവാസന പോലെ നീ അംഗീകരിച്ചുകൊണ്ട് സകലവിധ പാപങ്ങൾക്കും നീ മോചനം നൽകണമേ. രാത്രി സംബന്ധമായും അന്ധകാര സംബന്ധമായും ഉള്ള എല്ലാ പാപവികാരങ്ങളുടെ സകല ഇമ്പങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈ സന്ധ്യ സമാധാനമുള്ളതും കലക്കമില്ലാത്തതുമായിട്ട് ഞങ്ങൾക്ക് നൽകണമേ. വരുന്ന രാവ് ഞങ്ങൾക്ക് മായാമോഹം കൂടാത്തതും ഉപദ്രവം കൂടാത്തതും ആക്കി തീർക്കണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന കാലമെല്ലാം പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ന്യായവിസ്താര നാളിൽ നിന്റെ കരുണയും മനുഷ്യസ്നേഹവും പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. എന്തെന്നാൽ നീ കരുണയുള്ള ദൈവമാകുന്നു. നിനക്കിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാവുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. In the name of the Father, Son, and the Holy Spirit. Good evening to all of you. I would like to thank the Diocese of Bombay Theo Ministry team for giving me the opportunity to deliver today's introductory message. I would like to take this opportunity to thank Kyrillos Tirumeni, our shepherd and leading light in God, for all his spiritual and humanitarian initiatives being undertaken under his leadership. This Theo Ministry platform is a great initiative which is of great help to many who find it difficult during these challenging times. We all are privileged to be a part of this congregation by birth, which is always there to hold our hands in hard times. Before we touch base on the current pandemic situation, I would like to take you to few years back, precisely mid of 90s. If you all look back, say starting from year 1995, the world has grown many folds.
with respect to technology, living standards, etc. The things we imagined in 90s as a science fiction concept, like touchscreen mobile phones, virtual realities, drones, space travel, etc., is either achieved or will be done in a matter of next 2 to 3 years. And the future is roaring for more advancements. Past 20-25 years has seen a lot of advancement in every area of our life. The price which we paid for these advancements were our ever extended working hours and little or no time for our families. We have never thought about such a pandemic in wildest of our dreams, and a situation where we can't go out, greet and meet our friends, colleagues, etc. Initially, during the lockdown, it was a relief for most of us so that we were able to spend a lot of time with our families. Later, it turned out to be more worse and many moving out of cities to their roots. During these relocations, many have lost their lives. Many walked on foot to their villages. Many laborers were out of work and didn't have money to buy food. Many great souls came forward and helped our fellow mankind with respect to moving them to their villages or providing them with food. Later started the job losses and financial burden, which is in effect impacted most of us in one or the other way. Many have lost their lives in this pandemic, and many homes have been shattered due to the stress, financial losses, and many other agonies. We are all going through one of our difficult times in our life. We would be thankful to the God Almighty for keeping us safe and helping us move ahead. Every morning is a gift to us from the God Almighty. Every situation in our life is a gift from God to make us a better human being, spiritually and mentally. This pandemic has given us enough time to sit and think about ourselves and the world around us. We, in the middle of one of the longest pandemic situations, are blessed to be praying together. God has a plan behind everything which happens around us in this world. We all should be aware by now that it's not wealth, power, or fear about the future which is important, but it's about living the present, being happy in what we have, and thanking God for keeping us together with our families. I would like to quote a verse from Bible, Revelation chapter 21 verses 4. He will wipe away every tear from their eyes, and death shall be no more. Neither shall there be mourning, nor crying, no pain anymore, for the former things have passed away. Is anything more amazing and inspiring than the idea that our God, who created the stars and planets, mountains and oceans, cares so much for us in our distress that He has promised to wipe away every tear? To conclude, let me refer a few lines by Father Richard Hendrick, a Franciscan priest. On the other side of the virus, an opportunity to awaken. Yes, there is panic buying. Yes, there is sickness. Yes, there is even death. But they say that in Wuhan, after so many years of noise, you can hear the birds again. They say that after just a few weeks of quiet, the sky is no longer thick with fumes, but blue and grey and clear. They say that in the streets of Assisi, people are singing to each other across the empty squares, keeping their windows open so that those who are alone may hear the sounds of family around them. They say that a hotel in the west of Ireland is offering free meals and delivery to the housebound. Today, a young woman I know is busy spreading flyers with her number through the neighborhood so that the elders may have someone to call on. Today, churches, synagogues, mosques, and temples are preparing to welcome and shelter the homeless, the sick, the weary. All over the world, people are slowing down and reflecting. All over the world, people are looking at their neighbors in a new way. All over the world, people are waking up to a new reality, to how big we really are, to how little control we really have, to what really matters, to love. So we pray and we remember that yes, there is fear, but there does not have to be hate. Yes, there is isolation, but there does not have to be loneliness. Yes, there is panic buying, but there does not have to be meanness. Yes, there is sickness, but there does not have to be disease of the soul. Yes, there is even death, but there
can always be a rebirth of love. Wake to the choices you make as to how to live now. Today, breathe, listen behind the factory noises of your panic. The birds are singing again, the sky is clearing. Spring is coming, and we are always encompassed by love. Open the windows of your soul, and thou, you may not be able to touch across the empty square. Sing. With the quotes, I would like to convey to you all, be strong, have faith in God, He will deliver. Amen. യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനുമന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ, 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്രയതികഠിനം, പ്രതികൂലങ്ങളനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയാക്കി തൊടാം, എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയാക്കി തൊടാം, എന്നെ അനുദിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ, ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ, ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഏക ദൈവത്തിന് സ്തുതി.
അഭിവന്യ തിരുമേനി, വന്യ വൈദികരെ, കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഈ സന്ധ്യാസമയത്ത് പ്രാർത്ഥനയോടെ ഒന്നിച്ചു കൂടാൻ ഇടയാക്കിയ ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രതിസന്ധികൾ: COVID-19 എന്ന മാറാരോഗം, സ്പ്രെഡ് തടയാൻ ലോക്ക്ഡൗൺ, 15 ദിവസം ചിന്തിച്ച ലോക്ക്ഡൗൺ ഇപ്പം 8 മാസം കഴിഞ്ഞു, ഇപ്പോഴും തുടരുന്നു. സ്കൂളുകൾ തുറന്നില്ല, പള്ളികൾ അടിച്ചു, എയർപോർട്ട് അടിച്ചു, റെയിൽവേ സർവീസ് നിർത്തി, ബസ് സർവീസ് നിർത്തി, ജീവിതം സ്റ്റാൻഡ് സ്റ്റില്ലായി ഇരിക്കുന്നു. ഇത് എന്ന് മാറും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. വിശേഷങ്ങളില്ല, വിരുന്നുകാരില്ല, ആഘോഷങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രാർത്ഥന, പ്രകാശത്തിൻ്റെ ഒരു കിരണം നമ്മുടെ ജീവിതത്തിൽ ഫലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എഫേസ്യർ 5-ാം അധ്യായം 16-ാം വാക്യം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. Ephesians chapter 5 verses 16, making the best use of the time because the days are evil. ഞാൻ ഇവിടെ 3 പേരുടെ ജീവിതശൈലി ആദ്യം പറഞ്ഞു തുടങ്ങട്ടെ. ഒന്നാമൻ്റെ പേര് തോമാച്ചൻ. 70 വർഷം മുന്നേ ജീവിച്ച കാലം. അയാളുടെ ദിവസം തുടങ്ങുന്നത് രാവിലെ 4:30. പിള്ളേരെ ഉണർത്തി പ്രഭാത നമസ്കാരം പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് പാടത്തൊന്ന് ചുറ്റിക്കറങ്ങി വരുമ്പോഴേക്കും പിള്ളേർ ഉച്ചഭക്ഷണം എടുത്ത് നടന്ന് സ്കൂളിലോട്ട് പോകും. രാവിലത്തെ ഭക്ഷണം കഴിച്ച് പിന്നെയും പണിക്കിറങ്ങും. ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് അടുത്ത റൗണ്ട് പാടത്തിറങ്ങും. ഇതെല്ലാം കഴിഞ്ഞ് ആറ്റിലൊരു കുളിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിള്ളേരെ സ്കൂളിൽ നിന്ന് വന്ന് പുഴുക്കും കഴിച്ച് അയൽപക്കത്തെ കുഞ്ഞുങ്ങളുമായി കളിയും കഴിഞ്ഞ് കുളിച്ചിരിക്കുക. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിവരണവും കഴിയുമ്പോൾ സന്ധ്യാനേരം. വീട്ടിലമ്മ വിളക്കും കത്തിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവരെയും വിളിക്കും. എല്ലാവരും പാട്ടുപാടി മാറി മാറി വേദപുസ്തകം വായിച്ച് സന്ധ്യപ്രാർത്ഥന പ്രാർത്ഥിക്കും. ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അമ്മ അവരെ പഠിപ്പിക്കും. ഒരു 9 ആകുമ്പോൾ കഞ്ഞി കുടിച്ച് രാത്രി നമസ്കാരവും കഴിഞ്ഞ് ഉറങ്ങും. ശനിയാഴ്ച വൈകുന്നേരം തൊട്ട് പള്ളി പോകാൻ ഒരുക്കം തുടങ്ങും. ഇടാനുള്ള വസ്ത്രവും സൺഡേ സ്കൂളിൻ്റെ ബുക്കുകൾ, ഒരു നുള്ള് അരി തയ്യാറാക്കി അതിരാവിലെ പള്ളി പോകും. ഞായറാഴ്ച എല്ലാവർക്കും ഇഷ്ടമുള്ള ദിവസമാണ്. പള്ളി കഴിഞ്ഞ് സൺഡേ സ്കൂളും കഴിഞ്ഞ് എല്ലാവരെയും കണ്ട് അടുത്ത ആഴ്ചയുടെ പണി ചെയ്യാനുള്ള ഓജസ്സുമായിട്ട് തിരിച്ചു വരും. അടുത്ത ആള് തോമസ്. ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്നു. 7 ആകുമ്പോൾ അലാമിൻ്റെ ശബ്ദം കേട്ട് ഉണരും. വീട്ടിൽ മമ്മി ധൃതിയിൽ ടിഫിൻ ഉണ്ടാക്കും. പിള്ളേർ റെഡിയായി സ്കൂൾ ബസ്സിൽ സ്കൂളിൽ പോകും. രാവിലത്തെയും ചായയും കുടിച്ച് അന്നത്തെ പത്രവും വായിച്ച് തോമസ് ദിവസം തുടങ്ങും. ഇതെല്ലാം കഴിഞ്ഞ് ധൃതിയിൽ ഒരുങ്ങി കുറെ ദൂരത്തുള്ള ഓഫീസിൽ പോകും. താങ്ങാൻ പറ്റാത്ത അത്രയും പണിയുമായിട്ട് മല്ലിട്ട് സമയം കിട്ടിയാൽ തോമസ് ഭക്ഷണം കഴിച്ച് 2-ാം റൗണ്ടിൻ്റെ പോരാട്ടം തുടങ്ങും. ഇത് കഴിഞ്ഞ് ക്ഷീണിച്ച് വഴിനീളെ ട്രാഫിക് കടന്ന് വീട്ടിൽ വരും. പിള്ളേർ അവരുടെ ട്യൂഷൻസ് കഴിഞ്ഞ് അവരുടെ കഴിവുകൾ അനുസരിച്ചുള്ള ക്ലാസ്സുകളിൽ പോകും. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിച്ച് ഒന്ന് മിണ്ടി കഴിയുമ്പോൾ ഉറക്കം വരും. സ്വാഭാവികം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും. എളുപ്പത്തിന് മൊബൈലിൻ്റെ ആപ്പ് തുറന്ന് ബൈബിൾ വായിക്കും. കൗമ കൂടെ ചൊല്ലും. ശനിയാഴ്ച തുടർച്ചയായി രാവിലെ മുതൽ കുട്ടികൾക്ക് ക്ലാസ്സസ് ഉണ്ട്. ആഴ്ചയിൽ പോകാൻ സമയം കിട്ടാത്ത ക്ലാസ്സസിന് ചേരും. ഞായറാഴ്ച ആകെ കിട്ടുന്ന ഒരു അവധി. പല ആഴ്ചകൾ മടിയായി പള്ളി പോകാറില്ല. പോകുന്ന ആഴ്ച എല്ലാവരെയും കണ്ടു മിണ്ടി വിശേഷങ്ങളൊക്കെ ചോദിച്ച് പിള്ളേർ സൺഡേ സ്കൂളിലിരുന്ന് തിരിച്ചു വരുന്ന വഴി ഷോപ്പിങ്ങും ചെയ്ത് പുറത്തുനിന്ന് ആഹാരവും കഴിച്ച് വീട്ടിൽ വരും. അടുത്ത ആള് മിസ്റ്റർ ടോം. ഇന്നേക്ക് 30 വർഷത്തിന് ശേഷം
ജീവിക്കുന്ന ആള്. ആ സമയം ഇതെന്റെ ഭാവനയാണ്, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ലോക്ക്ഡൗൺ പോലെ കാലമായിരിക്കും. ടോം രാത്രി 3 മണി വരെ പണി ചെയ്തുകൊണ്ട് രാവിലെ വളരെ വൈകിയാണ് എഴുന്നേൽക്കുന്നത്. പിള്ളേർ തന്നെ എഴുന്നേറ്റ് ഓൺലൈൻ ക്ലാസ്സസിലോട്ട് പ്രവേശിക്കും. മമ്മി ഉണ്ടാക്കിയ കോൺഫ്ലെക്സും കഴിച്ച് അവര് ഹെഡ്ഫോൺസും ഇട്ട് ബിസിയാകും. ടോം ഉണർന്ന് ബാക്കിയുള്ള പണി ഇരുന്ന് ചെയ്യും. തിരക്കിന്റെ ഇടയിൽ ഒന്നും കഴിക്കാതെ ഓഫീസിൽ പോകും. പിള്ളേര് അവരുടെ ക്ലാസ്സസ് കഴിഞ്ഞ് ഓൺലൈൻ തന്നെ പഠിക്കാൻ പറ്റിയ എല്ലാം പഠിക്കാൻ നോക്കും. അവരുടെ നോളേജ് കപ്പാസിറ്റിയും വളരെ കൂടുതലാണ്. പക്ഷെ സമയത്തിന് വിലയില്ലാതെ, ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്വപ്നങ്ങളില്ലാതെ ജീവിക്കുന്നു. പരസ്പരം ഒരു ബന്ധമില്ലാതെ അവരവരുടെ ജീവിതം ജീവിച്ചു പോകുന്നു. ടോമിന്റെ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട്. അതിൽ ഡെയിലി ഒരു ബൈബിൾ വേഴ്സ് വരും. ടോം അത് വായിച്ച് തൃപ്തിപ്പെടും. ഇപ്പം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒന്നുമില്ല. അന്നും ഓഫീസുണ്ട്, പിള്ളേർക്ക് പഠിത്തവും ഉണ്ട്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ശേഷമില്ല. ഞാൻ ഇവിടെ പറയുന്ന വാക്യം, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. തോമാച്ചായന്റെ പണി വളരെ പാടായിരുന്നിട്ടും ചെയ്യേണ്ട പണി ധാരാളം ഉണ്ടായിരുന്നിട്ടും ഉള്ളതുകൊണ്ട് തൃപ്തിയായി ദൈവത്തിന് നന്ദി പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. അത് തോമാച്ചായൻ അങ്ങയുടെ പിള്ളേരെയും പഠിപ്പിച്ചു. തോമസിന് തിരക്ക് കൂടി, സമയം ഒട്ടുമില്ല. ജീവിക്കാൻ വളരെ സുഖസൗകര്യമുണ്ട്. എന്നാലും പിള്ളേരുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ല. ഇത് അവരെ ആര് പഠിപ്പിക്കും? ഈ കാലത്ത് നമ്മളെ പഠിപ്പിച്ച പോലെ നമ്മൾ അവരെ പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ ടോം വേദപുസ്തകം കൈകൊണ്ട് തൊടാതിരിക്കും. ആരും പള്ളിയും സൺഡേ സ്കൂളിനെ പറ്റി ചിന്തിക്കുകയില്ല. വിശുദ്ധ പൗലോസ് നമ്മുടെ വാക്യത്തിൽ മുന്നറിയിപ്പ് തന്നതുപോലെ നമ്മൾ നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. വേറെ എന്തിനും സമയം കിട്ടിയില്ലെങ്കിലും ദൈവത്തിനുള്ള സമയം എന്നും മാറ്റിവെക്കണം. മക്കളെ നിർബന്ധമായും ദൈവവിശ്വാസത്തിൽ ഭക്തിയോടെ വളർത്തുവാൻ മാതാപിതാക്കൾ ശ്രദ്ധാലു ആകണം. ഇതിന് താല്പര്യം കാണിക്കണം. നമ്മളിപ്പം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 1. സമയം ഒട്ടുമില്ല. ശരിക്കും നമ്മുടെ പണി തീരുമ്പോഴത്തേക്കും നമുക്ക് വേറൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല. Let me tell you an incident. A lecturer at a university is giving a pre-exam lecture on time management. On his desk is a bag of sand, a bag of pebbles, some big rocks and bucket. He asked for a volunteer to put all 3 grades of stone into the bucket, and a keen student duly steps up to carry out the task. Starting with the sand, then the pebbles, then the rocks, which do not all fit in the bucket. This is an analogy of poor time management, tells the lecturer. If you would have put the rocks in first, then the pebbles, then the sand, all 3 would have fit. This is much like time management, in that by completing your biggest task first, you leave room to complete your medium task, then your smaller ones. By completing your smallest task first, you spend so much time on them, you leave yourself unable to complete either medium or large tasks satisfactorily. Saying this, the lecturer refills the bucket. Big rocks first, then pebbles, then sand, taking the bucket between each so that everything fits. 2. മോഡേണിസം കൊണ്ട് അകൽച്ച. ഇപ്പോഴത്തെ മക്കൾക്ക് പേരൻസും ഒത്ത് ഇരുന്ന് സമയം ചെലവാക്കാൻ ഇഷ്ടമല്ല. അത് ഒട്ടും മോഡേൺ അല്ല. 3. സൗകര്യം കൂടുതലാണ്. ഇതൊരു പ്രശ്നമാണോ? അങ്ങനെ ചിന്തിച്ചാലല്ല, പക്ഷെ അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ മറന്നുപോകുന്നു. 5. ജീവിതത്തിൽ പ്രധാന വിഷയം ദൈവമല്ല. ഇപ്പം പല കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നതുകൊണ്ട് മാറ്റിവെക്കാൻ പറ്റിയത് പ്രാർത്ഥനയാണ്. സംതിങ് ദാറ്റ് ക്യാൻ ബി ഡൺ വിതൗട്ട്. ഇതിന് പരിഹാരങ്ങൾ. ദിവസം തുടങ്ങുന്നത് പ്രാർത്ഥനയോടെ ആയിരിക്കണം.
മക്കളുടെ മുറിയിലും എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എഴുതി വെക്കണം. ഈ ശീലം അവരിലും പകർത്തണം. ദൈവത്തിനോടുള്ള അവരുടെ വിശ്വാസം കൂട്ടണം. എന്ത് പ്രശ്നം വന്നാലും ദൈവം നമ്മളെ അതിന്ന് വീണ്ടുകൊള്ളും എന്ന് അവരെ പഠിപ്പിക്കണം. നമ്മുടെ പ്രയാസങ്ങൾ പിള്ളേരെ അറിയിച്ചു വളർത്തണം. അവരും അതിനായി പ്രാർത്ഥിക്കണം. എന്നാലേ നാളെ അവർ ജീവിക്കുമ്പോൾ ഏത് പ്രശ്നവും നേരിടാൻ അവർക്ക് സാധിക്കും. ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇത് തയ്യാറാക്കിയ അമ്മയുടെ ശ്രമം അവര് രുചിച്ചറിയണം. ഈ മേശയിൽ വരുന്ന ആഹാരത്തിന്റെ പുറകിലുള്ള കഷ്ടപ്പാടുകൾ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അവരവർക്ക് ചെയ്യാൻ പറ്റിയ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം. തമ്മിൽ സംസാരിച്ച് നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ അവരുമായിട്ട് പങ്കിടണം. അതുപോലെ അവർക്ക് പറയാനുള്ളത് നമ്മൾ ക്ഷമയോടെ കേൾക്കണം. അങ്ങനെ നമ്മളോട് ഒരു വിശ്വാസം അവർക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ അവരുടെ മുന്നോട്ടുള്ള പ്രോബ്ലംസ് ഷെയർ ചെയ്യത്തുള്ളൂ. ശകാരിക്കേണ്ട അടുത്ത് ശകാരിക്കണം, ഫ്രണ്ട്ലി ആക്കേണ്ട അടുത്ത് ഫ്രണ്ട്ലി ആകണം. As written in the Bible, Proverbs chapter 22 verses 6. Train up a child in the way he should go, and when he is old, he will not depart from it. I'll tell you a small example for that. A man found a cocoon for a butterfly. One day, a small opening appeared. He sat and watched the butterfly for several hours as it struggled to force its body through the little hole. Then it seemed to stop making any progress. It appeared stuck. The man decided to help the butterfly, and with a pair of scissors, he cut open the cocoon. The butterfly then emerged easily. Something was strange. The butterfly had a swollen body and shriveled wings. The man watched the butterfly, expecting it to take on its correct proportions, but nothing changed. The butterfly stayed the same. It was never able to fly. In his kindness and haste, the man did not realize that the butterfly's struggle to get through the small opening of the cocoon is nature's way of forcing fluid from the body of the butterfly into its wings so that it would be ready for flight. Like the sapling which grows strong from being buffeted by the wind, in life we all need to struggle sometimes to make us strong. When we coach and teach our children, it is helpful to recognize when children need to do things for themselves. Next, as mentioned in the Bible, do not be anxious about anything, but in everything by prayer and supplication with thanksgiving, let your requests be made to God. Philippians chapter 4 verses 6. സന്ധ്യ പ്രാർത്ഥന ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കണം. അതിന്റെ അനുഗ്രഹം ദൈവം തീർച്ചയായും തരും. എന്ത് തിരക്കുണ്ടെങ്കിലും ഒരല്പസമയം എല്ലാവരും മാറ്റിവെക്കണം. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലും അടിക്ക് പ്രാർത്ഥിക്കണം. എന്നാലേ നമ്മുടെ പ്രാർത്ഥനയും പാട്ടുകളുടെ ഡെപ്തും അർത്ഥവും അവർ മനസ്സിലാക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും ഓർത്ത് പേരെടുത്ത് പ്രാർത്ഥിക്കണം. എന്നാലേ മക്കൾക്ക് അവരുമായിട്ട് ഒരു ബന്ധം കാണും. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും കുടുംബമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വീടിന് ഒരു ദോഷവും പറ്റുകയില്ല. നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയായ പള്ളിയിലുള്ള ആൾക്കാരുമായിട്ട് ഒരു ബന്ധം വേണം. സന്തോഷത്തിലും പ്രയാസങ്ങളിലും നമ്മൾ അവരുമായിട്ട് പങ്കിടുന്നത് പിള്ളേർ കണ്ടുപഠിക്കണം. നാളെ എന്ത് പ്രയാസം വന്നാലും ഇവരെല്ലാം കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം മനസ്സിൽ കാണും. ഈ തിരക്കേറിയ ജീവിതത്തിൽ ദൈവം നമുക്ക് വഴികാട്ടി ആവട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ എളിയ എനിക്ക് ഈ അവസരം തന്ന തിയോ മിനിസ്ട്രിയുടെ എല്ലാ ഭാരവാഹികൾക്കും നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ
വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വാഗ്ദത്തങ്ങൾക്ക് വിശ്വസ്തനും സ്നേഹവാനുമായ സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു മനോഹരമായ പ്രഭാതവും ഈ ദിവസവും അടിയങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതിനായി കൂടാനുകൂടി നന്ദി കരേറ്റുന്നു അപ്പാ. ഘോരമാം പരീക്ഷകളിൽ നിന്നും വേദനകളിൽ നിന്നുമൊക്കെയും അടിയങ്ങളെ കാത്തു പരിപാലിച്ച നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ചെന്നെത്താമെന്നുള്ള വാഗ്ദത്തം ചെയ്തവനായ തമ്പുരാനെ, ഇന്നീ നിമിഷം ഈ പ്രാർത്ഥനകളും വചനങ്ങളും ശ്രവിക്കുന്ന എല്ലാ മക്കളുടെ കുടുംബങ്ങളിൽ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കൂ അപ്പാ. മുന്നമേ ഈ ലോകത്തിനെ നിന്റെ തൃപ്പാദത്തിൽ വെക്കുന്നു അപ്പാ. നാനാഭാഗത്തായി കഴിയുന്ന വേദനകളിൽ സഹിക്കുന്ന, ചികിത്സയിൽ കഴിയുന്ന, രോഗത്തിൻ്റെ ഭീതിയിൽ കഴിയുന്ന ഓരോ മക്കളെയും നിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു അപ്പാ. പിതാവേ, ക്രോധത്തോടെ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെ ഞങ്ങളെ നീ ദണ്ഡിപ്പിക്കുകയും അരുതേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നുവല്ലോ അപ്പാ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന അവർക്കൊക്കെയും സമാധാനവും രോഗശാന്തിയും എത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും അപ്പാ. നിൻ്റെ അത്ഭുതങ്ങളെ നീ ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ അപ്പച്ചാ. ആ കുരുടനോട് കരുണ തോന്നിയതുപോലെ ഞങ്ങളോടും കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങളെ നിൻ്റെ തിരുമുമ്പാകെ വെക്കുന്ന ഈ നിമിഷത്തിൽ നിൻ്റെ കരുണയുള്ള കരം ഞങ്ങളെ ഒന്ന് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. നീ ഞങ്ങളെ ഒന്ന് സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളോടൊന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. നീ ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. നിൻ്റെ തൃപ്പാദത്തിൽ ഞങ്ങൾ ഓരോ വിഷയങ്ങൾ വെക്കുമ്പോൾ ഓരോരോ വിഷയങ്ങളുടെ മേൽ നിൻ്റെ കരം തൊട്ട് നിൻ്റെ സ്വർഗത്തിലെ വാതിൽ തുറന്ന് ദൂതന്മാർ നീ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങളുടെ യാചനകളൊക്കെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. ഞങ്ങളുടെ ദൂരദേശത്തായി കഴിയുന്ന മാതാപിതാക്കൾ, വാർദ്ധക്യത്തിൽ കഴിയുന്ന അമ്മച്ചി അപ്പച്ചന്മാർ, സഹോദരി സഹോദരന്മാർ, കൂട്ടുകാരെ ഒക്കെയും ഓർക്കുന്നു. ഈ സമയത്ത് നിൻ്റെ കാരുണ്യം അവരുടെ ഒക്കെയും കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. നീ അവരെയൊക്കെ ഒന്ന് സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. പ്രത്യേകമായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഓരോരോ മക്കളെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയൊക്കെയും ഞങ്ങൾ തൃപ്പാദത്തിൽ ഓർക്കുന്നു അപ്പച്ച. നീ ഒന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുക. രോഗശാന്തിയുടെ കരം അവരുടെ മേലൊന്ന് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. നീ തൊട്ടാൽ സൗഖ്യം ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ അപ്പച്ച. നീ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുക. നീ ഒന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവല്ലോ അപ്പാ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെ നിന്റെ തൃപ്പാദത്തിൽ വയ്ക്കുന്നു. അനേക ഭാരങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഈ സമയങ്ങളിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ അല്പസമയം ഒത്തുചേരുവാനും നീ കൊടുത്ത നല്ല സമയത്തിനായിട്ടും മനസ്സിനായിട്ടും ഒക്കെയും നന്ദി കരേറ്റുന്നു അപ്പാ. ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും നീ ഒന്ന് കണ്ട് അവരോടൊന്ന് മനസ്സിലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. നീ ഒന്ന് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെയും ഏറിവിടുമ്പോൾ സന്തോഷത്തോടെ നിൻ്റെ മുഖത്തേക്ക് നോക്കി നല്ല പ്രകാശിതരായിട്ട് തീരുവാൻ അവരെയൊക്കെയും നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അനുഗ്രഹത്തിൻ്റെ ദിവസം കാണുവാൻ എല്ലാവരെയും നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ അവരെ നീ പാർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്നുറച്ച വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ എളിയവരുടെ നിലവിളിയെ കേൾക്കണമേ അപ്പാ. ഞങ്ങളുടെ കഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ നിരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. രോഗത്തിൻ്റെ അവസ്ഥ കൂടിക്കൂടിയിരിക്കുമ്പോൾ ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അപേക്ഷകളെ നിൻ്റെ തിരുമുമ്പാകെ വെക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും നീ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. നിന്നെ ഭയപ്പെട്ട് എളിമയോടെ ജീവിക്കുവാൻ, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ അടിയങ്ങളെ
ഈ സമയങ്ങളിൽ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഈ സമയത്ത് ഞങ്ങളുടെ ദേവാലയങ്ങളെയൊക്കെ നിദ്രപ്പാത്തിൽ വെക്കുന്നു അപ്പ. ദേവാലയങ്ങൾ തുറക്കുവാനും നല്ല ശബ്ദങ്ങൾ പുറപ്പെടുവാനും പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങുവാനും നീ ഓരോ മുഖാന്തരങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഈ സമയത്ത് ഞങ്ങളുടെ എല്ലാ വൈദികരെയും മേൽപ്പെട്ടക്കാരെയും ശുശ്രൂഷകരെയും ഷമ്മാശന്മാരെയും ദൈവവേല ചെയ്യുന്ന ഓരോ മക്കളെയും നിൻ്റെ തൃപ്പാദത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷിക്കുവാനും അവരെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കിയിരുന്ന ദൈവത്തിനോട് അപേക്ഷിക്കുവാൻ അവരെ നീ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ അപ്പച്ച. നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുവാനും കത്തുന്ന ദീപങ്ങളായി ജ്വലിക്കുവാനും ഞങ്ങളെ നീ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. നിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രകാശമുള്ളവരായി തീരുവാൻ, സന്തോഷം അനുഭവിക്കുന്നവരായി തീരുവാൻ, ആ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നീ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ വഴി നടത്തും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. എല്ലാ വിഷയങ്ങളും വീണ്ടും നിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം പറയുന്നു അപ്പച്ച. അനേകർക്ക് കിട്ടാതെ പോകുന്ന ഈ ഭാഗ്യം അടിയങ്ങളുടെ ജീവിതത്തിൽ ഈ മുഖാന്തരങ്ങൾ കൂടി ഒരുക്കി തരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം പറയുന്നു അപ്പ. ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഒരുമയോടെ നിന്ന് നിന്നെ സ്തുതിക്കുവാനും നിനക്ക് വേണ്ടി പാടുവാനും പുകഴ്ത്തുവാനും വചനങ്ങൾ ശുശ്രൂഷിക്കുവാനും ശ്രവിക്കുവാനും ഒക്കെയും ഈ ഓരോ മക്കളെയും നീ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബങ്ങളെ നീ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. യൗവനക്കാരെയും വൃദ്ധന്മാരെയും എല്ലാവരും നിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നുവല്ലോ അപ്പച്ച. രോഗത്താലും ഭാരത്താലും ജോലിയുടെ പ്രയാസങ്ങളിലാലൊക്കെയും കഴിയുന്ന ഓരോ മക്കളെയും വീണ്ടും ഞങ്ങൾ നിൻ്റെ തൃപ്പാദത്തിൽ വെക്കുന്നു. എല്ലാ വിഷയങ്ങളും വീണ്ടും നിൻ്റെ തൃപ്പാദത്തിൽ വെക്കുന്നുവല്ലോ അപ്പച്ച. നീ പ്രവർത്തിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ മടങ്ങുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ കൃപ ഞങ്ങളുടെ മേൽ നീ ജ്വലിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അടിയങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.